அண்ணே சீக்கிரம் ஒரு கப்பு தண்ணி கொடுங்க. முகம் கழுதுக்கான அந்த கடைசியில் இருக்கு தண்ணி. மூஞ்சி கழுகிறது இல்ல, ரெண்டுக்கு போறதுக்கு. അത് ശരി. അത് ഒരു കപ്പ് വെള്ളം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? അങ്ങ് വെളിയിലെ കുളം ഇருக்கு. കപ്പിന് ഒരു ഔൺസ് വെള്ളം കൊണ്ടുപോയി പൂജിക്കാതെ ശരിക്ക് കഴുകാൻ. ആ വഴിയിൽ നിന്ന് മാറിയിരിക്കണം കേട്ടോ. മനുഷ്യർക്ക് നടന്നുകൊണ്ട് വഴിയാ. அண்ணாச்சி இப்ப இந்த வழியொന്നും കാണാനില്ലേ? போன வாரம் லோடு கொண்டு வந்தபோது நாங்க இங்க ஒரு நைட்டு தங்கிட்டு தானே போனோம். என்னண்ணே காலைல சூட சாப்பிடறதுக்கு என்ன இருக்கு? எல்லாம் இருக்கு. முக கழுகி வந்திருக்கு. ഞാൻ எப்ப போய் கொண்டு வரேன். കടലയായില്ലേ? നേരമെടുത്ത ആളുകൾ വന്നു തുടങ്ങി. അവിടെ ഇരിക്കട്ടെ, എനിക്ക് 10 കയ്യൊന്നും ഇല്ലല്ലോ. അപ്പഴും കാച്ചിട്ടില്ലേ? മനുഷ്യനെ മിണ്ടാതിരുന്നോണം, മോന്തയ്ക്ക് ഞാൻ കാച്ചും. എന്റെ അമ്മയുടെ അതിന് നീ എന്നോട് ദേഷ്യപ്പെടുന്ന? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ എനിക്ക് വേറ. കുടുംബത്തിൽ കണ്ട തേവിസികളെ കയറ്റി കിടത്തിട്ട് എന്നെ ഭരിക്കാൻ നിൽക്കാണ്ട് വേഗം അവരെ ഇറക്കി വിടാൻ നോക്ക്. കുഞ്ഞമ്മണി, ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഒന്ന് മയങ്ങാൻ ഒരു മുറി വേണമെന്ന് പറഞ്ഞു. പരിചയക്കാർക്ക് നമ്മൾ കൊടുക്കാറുള്ളതും അല്ലേ. വണ്ടിയിൽ പെണ്ണും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞോ? പ്രായം തികഞ്ഞ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ട്. അത് നിങ്ങൾക്കറിയോ? പണ്ട് പലതിനും കൂട്ട് നിന്നിട്ടുണ്ട്. ഇപ്പൊ അത് പറ്റില്ല. എന്റെ മോളെ ആണൊരുത്തന്റെ കൂടെ മാനമായിട്ട് പറഞ്ഞയക്കാനുള്ളത്. ഓ, ഇനി നിന്ന് താളം ചവിട്ടാതെ വേഗം ഇറക്കി വിട്. அம்மான் சீக்கிரமா அங்க உட்காருன்னு. இதா வரலாம். എന്താ ഒളിഞ്ഞു നോക്കണേ? എനിക്കില്ലേ? വിളിക്കാം. വരട്ടെ. നിനക്ക് പോയിട്ട് വനജയുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരണമെന്ന് വിചാരിച്ചു. എന്തിനാ? ഒന്നുമില്ല, കാണിയും സംസാരിച്ചൊക്കെ ചെയ്യാമല്ലോ. ശ്രീധരേട്ടനെ വിളിക്കാം. ശ്രീധര, ശ്രീധര, ശ്രീധരോ, ശ്രീധര, ശ്രീധരോ. ഓ, എന്ത് ശ്രീധര. എന്താ നേരം വെളുത്തു. അതിന് വണ്ടി കൊണ്ട് രാവിലെ തന്നെ പോണെന്ന് പറഞ്ഞിരുന്നാണ്. ശ്രീധര, ഒന്ന് വേഗം പറഞ്ഞു വിടറ. ഇവിടെ അയൽവക്കക്കാരെയും നാട്ടുകാരെയും ഒക്കെ പേടിക്കണം ഞങ്ങൾക്ക്. ഞാൻ അവളെ കൊണ്ട് ഇവിടെ കുളിച്ച് താമസിക്കാൻ വന്നൊന്നുമല്ല. നിങ്ങൾ ഇറന്ന് വിളിച്ചു ആൾക്കാരെ അറിയിക്കാണ്ടിരുന്നാ മതി. രവിയും കുഞ്ഞാലും ഒക്കെ എണീറ്റോ? ഇല്ല, എനിക്കിട്ടില്ല. അമ്മ ചെന്നവരെ വിളിച്ചോണത്തെ ഈ വണ്ടിയുടെ വെള്ളവും ഓയിലും ഒക്കെ നോക്കാൻ പറ. പോട്ടെ. കാശുണ്ടേ? തന്നാ വാങ്ങും. ഇല്ലെങ്കിലോ? തരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ അറിയാം? ആദ്യമായിട്ട് കാണുമെന്നല്ലോ ഞാൻ. വേണേല് വണ്ടിയിൽ ഞാൻ ആ കവലയുടെ അടുത്തോണ്ട് ഇറക്കാം. വേണ്ട, അത് കുറെ നടക്കണം. ഇതിലെ പാടത്തോടെ നടന്നാൽ വേഗം എത്തും എന്റെ വീട്. പോണ വഴി നല്ലൊരു കുളമുണ്ട്, കുളിയും കഴിയും. എന്റെ മോനിപ്പോ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവും. വീട്ടിൽ വേറെ ആരുമില്ലേ നിനക്ക്? എന്താ പറയാൻ മടിയുണ്ടോ? കെട്ടിയവനുണ്ട്, സുഖമില്ല. തലച്ചോറിലൊരു മുഴ വന്നതാ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഒന്നുകൂടെ വേണമെന്നാ പറയണേ. ദിവസവും 10-60 രൂപയുടെ മരുന്ന് വേണം. ഇനിയല്ല, ഒരു ദിവസം പറയാം. പോട്ടെ. വനജേ, എനിക്ക് ആവശ്യത്തിന് തന്നല്ലോ. വെച്ചോടി. എന്റെ ഈശ്വര, ഒന്ന് വേഗം വെള്ളെടുത്ത് പോ. അമ്മ കണ്ട എന്നെ കൊല്ലും. ആ കന്നാസിനിതാ, ഞാൻ എടുത്തുതരാം. ഓ,
സുമതിക്ക് ഒട്ടും സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ എത്ര നേരം ഉറങ്ങാണ്ട് കൊതുകടിയും കൊണ്ട് തൊഴുത്തിന്റെ അവിടെ നിന്നറിയാം. രാത്രി ഇറങ്ങി വരാന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ജനലിൽ ഒന്ന് മുട്ടിപ്പോ എന്റെ ജീവൻ പോയി. ഒരു ഇലയാണെങ്കിൽ അമ്മ ഉണർന്നതാ. ഓ പിന്നെ നിന്റെ അമ്മയെ പോത്ത് പോലെ ഉറക്കാനുള്ള മന്ത്രമൊക്കെ എന്റെ ഉണ്ട്. എനിക്കറിയാം, വിളഞ്ഞ വിത്ത. ഒഴിച്ചാലും ഒഴിച്ചാലും അറിയാത്ത പൊന്നും കൂടെ കണ്ടിട്ട് നിങ്ങൾ എന്നാ കണ്ടോളി നമ്മളെ അമ്മാന്റെ മോളെ പൊന്നും കൂടെ. ഇതിവന്റെ ഒരു പെശകരനാടാ കുഞ്ഞാല്. ഓ എന്റെ ശ്രീധരേട്ട, നിങ്ങൾക്ക് ഇപ്പോഴും കുന്നേതാണ് കൊളയേതാന്ന് തിരിച്ചറിഞ്ഞൂടെ? അത് ലൈൻ തന്നെ. ഇന്നലെ രാത്രി ഓഞ്ചെന്ന് മുട്ടയെ വിളിക്കേറ്റ ചെയ്തോലോ. ഓള് തുറന്നു കൊടുത്തില്ല. ഓക്കറിയൂടെ നമ്മളെ ലോറിക്കാരുടെ സ്വഭാവം. എന്താടാ അമ്മാന്റെ മോളുമായിട്ടൊരു പഞ്ചാര? ഏയ് ഒരു തമാശ. തമാശയായാ മതി. ഓ ശ്രീധരേട്ടൻ കൈക്കിട്ട് ആരെയും തൊടിക്കാൻ സ്വന്തമാക്കില്ലേ? ഞങ്ങൾക്ക് പിന്നെന്താ ഒരു നേരം പോക്ക്? അല്ല കുഞ്ഞാലി, തടി കേടാണ് ഒരു നേരം പോക്കും നമ്മളില്ല റബ്ബേ. അല്ല കട്ടെടുക്കട്ടെ. ആ എടുക്ക. കാണാം. ആ ശരി ശരി. എന്താ ചരക്ക്? ആപ്പിളാ കൊച്ചിക്ക്. കൊച്ചുവർക്കിടെ ലോറി ബുക്കിംഗ് ഓഫീസിൽ നിന്ന് നിന്നെ കണ്ട ഒരു വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഗോവിന്ദനാശാന് സൂര്യന്റെ ആശുപത്രിയില്ല. എന്താ അസുഖം? ഒരു നെഞ്ചുവേദന വന്നു പറഞ്ഞു. മേനോ ഡോക്ടർ ആശുപത്രിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിലെ ഹാർട്ടിന്റെ വരുന്നു. എന്നാ ഞാൻ പോട്ടെ. ആ ശരി, ഞാനിവിടെ ഇറങ്ങാം. വണ്ടി കൊണ്ട് നീ പോകും. അല്ല നമുക്ക് വണ്ടി കൊണ്ട് ആശുപത്രിയിലേക്ക് പോയാലോ? അത് വേണ്ട, ചരക്കൊന്ന് 10 മണിക്കും എത്തിക്കണം. ഞാനിവിടുന്ന് ഒരു ടാക്സി വിളിച്ചു പോയിക്കോളാം. താക്കോല് പെട്ടിയുടെ ഉള്ളില് ബാഗില് കാശിരിപ്പുണ്ട്. ചരക്ക് ഇറക്കിയിട്ട് മുതലാളിയെ കണ്ട് കണക്കും കാശ് ഏൽപ്പിക്കണം. എന്നിട്ട് വന്നാൽ മതി. കുഞ്ഞാലേ, നീ ഇത് ഉറങ്ങല്ലേ? ഇല്ല ഇല്ല, ഞാൻ സൂക്ഷിച്ചു പോണേ. ആ പോട്ടെ. ആ ഉപ്പുമില്ല മുളകുമില്ല. എടി രാധേ, ഇതെങ്ങനെ കഴിക്കോടി? നിനക്കൊരു ഉണക്കമീൻ ചുട്ടെങ്കിലും കൊണ്ടുവരുന്നില്ലേ? ഉപ്പും മെഴുക്കൊന്നും തുടരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഓ തുടരുന്നതേ പറഞ്ഞിട്ടുള്ളൂ. കഴിക്കാം. ഉപ്പും മുളകും കൊഴുപ്പും കഴിച്ചിട്ടാണോ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ ചാവണേ? ഡോക്ടർമാർ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ചുമ്മാ പറഞ്ഞു പേടിപ്പിച്ചിട്ട് ഡോക്ടർമാർക്ക് എന്ത് കിട്ടാനാ? എടി മണ്ടി, ഇവര് സകല ആളുകളോടും ഉപ്പ് കൂട്ടരുത്, മുളക് കൂട്ടരുത്, മീനും ഇറച്ചി മുട്ടയും 7 അയൽവക്കത്ത് കണ്ടുപോരുത്, കള്ളു കുടിക്കരുത്, ബീഡി വലിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതൊക്കെ അടിക്കുക. ഇവർക്ക് ഇതിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവരുത്. അതിനല്ലേ മറ്റുള്ളവരൊന്നും ഉപയോഗിക്കരുതെന്ന് പറയണത്. ആ വന്നൂലോ. എന്തെങ്കിലും പോന്നേ? ആശാന് സുഖമില്ലാണ്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ അങ്ങനെ തന്നെയുണ്ട്. ആരോ എന്തോ പറഞ്ഞു. വണ്ടിയും ചരക്കും ഒക്കെ ഇട്ടിട്ട് പോന്നു അല്ലേ? അല്ല, ചരക്കും കൊണ്ട് രവി പോയി. ആ നല്ല ആളാ രവി. എടാ, നിന്നെ ഞാൻ ഇങ്ങനെയാ പഠിപ്പിച്ചിരിക്കണേ. ഈ വളയം പിടിക്കലേ ദൂക്കിലി പണിയൊന്നുമല്ല. സത്യവും നീതിയും ഉത്തരവാദിത്തമുള്ള പണിയാ. എന്നിട്ട് അത് ഒന്നുമില്ലാത്ത ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഓടി പോന്നിരിക്കുക. ആശാന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പിന്നെ മനസമാനത്തോടെ എനിക്ക് വളയം പിടിക്കാൻ പറ്റുമോ ആശാന്? അതെനിക്ക് സൂക്കനുണ്ടെങ്കിലല്ലേ. 2 ദിവസം മുമ്പ് എനിക്കൊരു ചെറിയ നെഞ്ചുവേന ഉണ്ടായി. എന്റെ പൊട്ടത്തരത്തിൽ ഞാനതുകൊണ്ട് പറയുകയും ചെയ്തു. പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി. രാത്രിക്ക് രാത്രി ഇവിടെ കൊണ്ടിടുകയും ചെയ്തു. അച്ഛൻ വെറുതെ പറയാ. രാത്രി ഊണ് കഴിക്കാൻ വിളിക്കാൻ ചെന്നപ്പോ നെഞ്ചുവേദന വന്നിട്ട് മിണ്ടാൻ പറ്റാതെ കിടക്ക. നെഞ്ചും പൊത്തി പിടിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് മിണ്ടുന്നുമില്ല. അങ്ങനെ ഉണ്ടായി തന്നെ അത് മാറിയല്ലോ. അതിന് ഇപ്പൊ നീ എന്തിനാ കരയണേ? ഇപ്പൊ എനിക്ക് യാതൊരു അസുഖമില്ല സീതര. ഇന്നലെ വേണി പൊക്കളാൻ പറഞ്ഞ ഡോക്ടർ ഇവളക്കാ നിർബന്ധം എന്നെ ഇവിടെ പിടിച്ച് കിടത്താൻ. സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഏയ് സംസാരിച്ചില്ല.
പിന്നെ വേദന ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. വേണമെങ്കിൽ ഇന്ന് തന്നെ പോകാം. വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കണം. എടുക്കോ? ആ, കുറെ കാലമായിട്ട് റെസ്റ്റ് തന്നെയാ. ഡോക്ടർ പോളിത്തോപ്പലിന്റെ വീട്ടിലെ ഡ്രൈവറാണെന്ന് പറഞ്ഞതോ? അതൊക്കെ ഒരു ജോലിയാണോ ഡോക്ടർ? റെസ്റ്റാ. ഈ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കണം, തിരിച്ചു കൊണ്ടുവരണം. പിന്നെ കൊച്ചമ്മയ്ക്ക് ഒന്ന് ചന്തയിൽ പോകണം. കഴിഞ്ഞു ജോലി. ബോംബെ നിന്നും കൽക്കട്ടയിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് ചരക്ക് വണ്ടി കൊണ്ട് വന്നിട്ടുള്ളവനാ ഞാൻ. അത് പണ്ടല്ലേ. ഇടയ്ക്ക് വരുന്ന നെഞ്ചുവനെ നിസ്സാരാക്കി തള്ളരുത്. വളരെ സൂക്ഷിക്കണം. അറ്റാക്ക് കഴിഞ്ഞാൽ ഓർമ്മ വേണം. ഗോവിന്ദൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി കാണണം. ഓ, കാണാം. ഈ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് യുവമാരൊക്കെ വെറുതെ പേടിപ്പിക്കുക. വെറുതെ നിന്നിട്ട് തന്നെ എല്ലാവരും മരിക്കണേ. ആ, ആശാൻ എന്താ ആലോചിക്കണേ? അല്ല, ഈ മനുഷ്യന്മാരുടെ കാര്യം ആലോചിച്ചാൽ നല്ല തമാശയാ. കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ചതിച്ചും കൊന്നും എന്തൊക്കെ ഉണ്ടാക്കണു. നെഞ്ചിന്റെ പടപ്പ് നിന്നാ കഴിഞ്ഞില്ലേ? മരണം വന്ന് വിളിച്ചാ ഇപ്പൊ വരാൻ പറ്റില്ല, ഒരു 5 കൊല്ലം കൂടി കഴിയട്ടെ എന്ന് പറയാൻ പറ്റുമോ? ആശാൻ ഇപ്പൊ എന്തിനായി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കണത്? ഇനി ഒരു നെഞ്ചുവേദന വന്നാ ഞാൻ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? നീ ഇവിടെ എഴുന്നേറ്റ് വാ, എന്റെ അടുത്ത് വന്നിരിക്കും. ശ്രീധര, മരിക്കാൻ പേടിണ്ടായിട്ടല്ല. രാധയുടെ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞ് കാണണം. നമുക്കത് ആലോചിച്ച് ഉടനെ നടത്താം. ഞാനിത് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് 3-4 കൊല്ലായി. നിനക്ക് സമ്മതാണോന്ന് അറിഞ്ഞാ മതി. എനിക്ക് ഇന്നല്ലാണ്ട് ആർക്കാ? നീ അത് ഇങ്ങോട്ട് ചോദിക്കുന്നു വിചാരിച്ചിരിക്കുന്നു. ഞാൻ ഒരു കുടുംബമായിട്ട് കഴിയുന്നുള്ള വിചാരം എപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ. ചോറ് വിളമ്പട്ടെ അച്ഛാ? വായിൽ വെച്ച് കൂട്ടാൻ പറ്റുമല്ലോ ഉണ്ടോ? ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അച്ഛന്? എനിക്കല്ലടി ശ്രീധരന്. അവന് ഉപ്പും മുളകൊന്നും ഒരു കുഴപ്പമില്ല. സാമ്പാറും മോരും ഉണ്ട്. ശ്രീധരേട്ടൻ കൈ കഴുകുക. ആശാൻ കഴിക്കും. എനിക്കിപ്പോ വേണ്ട. എനിക്കൊന്ന് കുളിക്കണം. ഈ കുപ്പായൊക്കെ ഒന്ന് മാറ്റണം. എന്നാ വേഗം കുളിച്ചിട്ട് വാ. അല്ല, ഞാൻ വൈകുന്നേരം വരാം.